ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് നടത്തുന്ന ഒരു സംഗമമാണ്. ഇവിടെ ഏത് തരത്തിൽ ദേവസ്വം ബോർഡായാലും മറ്റ് സ്ഥാപനങ്ങളായാലും നടത്തുന്ന പരിപാടികൾക്ക് എല്ലാ ലോ ആൻഡ് ഓർഡർ ഉറപ്പുവരുത്തുക, അതിന് വേണ്ട സംവിധാനം ഉറപ്പുവരുത്തുക എന്നതാണ് ഗവൺമെന്റിന്റെ ചുമതല. ആ ചുമതല ഗവൺമെന്റ് ഭംഗിയായിട്ട് നിർവഹിക്കുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ശബരിമലയെ ഒരു ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റാൻ, അതുപോലെ ശബരിമല മാസ്റ്റർ പ്ലാൻ കൃത്യമായിട്ട് നടപ്പാക്കാൻ, അതുപോലെ ഭക്തർ ലക്ഷക്കണക്കിന് ഭക്തർ വരുമ്പോൾ അവർക്ക് യാതൊരു തിക്കും തിരക്കുമില്ലാതെ അവർക്ക് കൃത്യമായിട്ട് തന്നെ ദർശനം നടത്തി പോകാനുള്ള സാഹചര്യം ഉറപ്പുവരുത്തുക. അങ്ങനെ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 1-2 കൊല്ലമായി വളരെ നല്ല രൂപത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുണ്ട്. ആ പ്രവർത്തനങ്ങളുടെ പൂർണ്ണതയിൽ എത്തിക്കുവാനും ഒരു ആഗോള തീർത്ഥാടന കേന്ദ്രം എന്ന രൂപത്തിൽ ഒരു വലിയ സർക്യൂട്ടിന്റെ ഭാഗമാക്കി ശബരിമലയെ മാറ്റാനും മാസ്റ്റർ പ്ലാൻ സമയബന്ധിതമായി നടപ്പാക്കാൻ ഒരു സംസ്ഥാന ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം പലതരത്തിലുള്ള സഹായ സഹകരണങ്ങൾ ആവശ്യമാണ്. അതുകൊണ്ട് വിദേശത്തടക്കമുള്ള അയ്യപ്പ ഭക്തന്മാരെ ശബരിമലയിലേക്ക് ആകർഷിക്കാനും അവരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാനും അവരുടെ നിർദ്ദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് മാസ്റ്റർ പ്ലാനിന്റെ പ്രവർത്തനം വേഗത്തിലാക്കാനും വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. അത് എല്ലാ വിഭാഗം ആളുകളും കൈയടിച്ച് സ്വീകരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് സാമുദായിക സംഘടനകൾ, അതുപോലെ ശബരിമലയെ സ്നേഹിക്കുന്ന എല്ലാവരും ഈ ആഗോള സംഗമത്തെ വളരെ ഗൗരവത്തോടെ തന്നെയാണ് കാണുന്നത്. ചില പ്രതിഷേധങ്ങളെല്ലാം രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ഉയർത്തിയിട്ടുണ്ടെങ്കിലും ഈ ലക്ഷ്യം പൂർത്തീകരിക്കും. ശബരിമലയിലേക്കുള്ള പ്രത്യേകിച്ച് ഒരു തീർത്ഥാടക സർക്യൂട്ട് എന്ന രൂപത്തിൽ ഇപ്പോൾ റെയിൽവേ സംവിധാനം കാര്യക്ഷമമാക്കി മാറ്റാൻ അത് വളരെ വേഗത്തിലാക്കിയിട്ടുണ്ട്. ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള വിമാനത്താവളവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ അന്തിമഘട്ടത്തിലാണ്. അങ്ങനെ എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങൾ ഉറപ്പുവരുത്താനും ലോക ശ്രദ്ധയിലേക്ക് ഈ ശബരിമല തീർത്ഥാടകരുടെ സൗകര്യങ്ങൾ ഉറപ്പുവരുത്താനും വേണ്ടിയിട്ടുള്ള ഒരു ലക്ഷ്യ പൂർത്തീകരണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ആഗോള സംഗമം. അത് വൻ വിജയമായി മാറും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഷെഡ്യൂൾ അനുസരിച്ചുള്ള പരിപാടികൾ മുന്നോട്ട് പോവുകയാണ്. ഒരു കാര്യം കൂടെ, ഇപ്പോൾ ഈ ഒരു ആഗോള സംഗമം പമ്പയിൽ വെച്ച് നടത്തുമ്പോൾ അത് ഭക്തജന സമൂഹത്തിന് എന്ത് ഗുണമാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്ന് ദേവസ്വം ബോർഡും സർക്കാരും പ്രത്യേകം പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം സാധാരണക്കാർക്കിടയിൽ ഇത് എത്തിപ്പെടാൻ കുറേയധികം കാര്യങ്ങളുണ്ട്. വോട്ട് ബാങ്ക് ലക്ഷ്യം അത് വെച്ച് മാത്രമാണ് സർക്കാർ ഇത്തരത്തിലൊരു പരിപാടി നടത്തുന്നതെന്നാണ് പൊതുവിൽ ഉയരുന്ന ഒരു ആക്ഷേപം. അതിനെ എങ്ങനെ സർക്കാരിന് പ്രതിരോധിക്കാൻ സാധിക്കും? മാത്രമല്ല 2018 നടന്ന യുവതീ പ്രശ്നവുമായി ബന്ധപ്പെട്ട് നടന്ന കേസുകൾ, അതുമായി ബന്ധപ്പെട്ട് നാമജപ ഘോഷയാത്രയിൽ നടന്ന പരിപാടികൾ, ഇപ്പോഴും കേസുകൾ നിലനിൽക്കുകയാണ്. അതിനെയൊക്കെ മറച്ചുവെച്ച് മറ്റൊരു തലത്തിലേക്ക് ഇത്തരത്തിലൊരു കാര്യം ചെയ്യുമ്പോൾ സർക്കാരിന് അത് എങ്ങനെ തിരുത്താൻ പറ്റും? ഒരു കാര്യം കൂടെ, ഈ ഒരു രാമകഥ അതുമായി ബന്ധപ്പെട്ട് പമ്പയിൽ നടത്താൻ ഉദ്ദേശിച്ചപ്പോൾ അന്ന് പരിസ്ഥിതി ലോല പ്രദേശം എന്ന് പറഞ്ഞ് സർക്കാർ ഇതിനെ അവഗണിച്ചിരുന്നു. ഇതിലെ ഈ 2018 ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിധി പ്രഖ്യാപിച്ചത് കേരളത്തിലെ ഏതെങ്കിലും കോടതിയോ സംസ്ഥാന ഗവൺമെന്റോ അല്ലല്ലോ, പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയാണ്. ആ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് അത്തരത്തിലൊരു വിധി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ വിധി കൃത്യമായി നടപ്പാക്കുക എന്നതാണ് സംസ്ഥാന ഗവൺമെന്റുകളുടെ ഉത്തരവാദിത്വം. ആ വിധി നടപ്പാക്കാനായി ഗവൺമെന്റ് ശ്രമിച്ചത് വലിയ അപരാധം എന്ന രൂപത്തിൽ ചിത്രീകരിക്കുമ്പോൾ അത് വലിയ കോടതിയലക്ഷ്യ നടപടികളിലേക്കൊക്കെ കടന്നുപോകും. അവിടെ രജിസ്റ്റർ ചെയ്ത കേസ് സമാധാനപരമായിട്ട് നടന്ന പ്രതിഷേധങ്ങളെയോ അതുപോലെ തന്നെ ഏതെങ്കിലും സംഗമത്തിലോ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. അവിടെ വലിയ തരത്തിൽ അക്രമം ഉണ്ടാക്കാനും ശബരിമലയെ കലാപഭൂമിയാക്കി മാറ്റാനും ഉണ്ടായ ശ്രമങ്ങളെ പോലീസ് നേരിട്ടിട്ടുണ്ട്. അത് ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ കാത്തു സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. ആ കേസുകൾ പിൻവലിക്കുന്നതിന് കൃത്യമായിട്ടുള്ള മാനദണ്ഡമുണ്ട്. അതാത് ഏത് കോടതിയിലാണോ കേസ് നിലനിൽക്കുന്നത് ആ കോടതിയിൽ അപേക്ഷ കൊടുത്ത് അതിന്റെ പ്രൊസീഡിംഗ്സിൽ ഗവൺമെന്റിന്റെ അഭിപ്രായം തേടും. അത് അതിൻ്റെതായിട്ടുള്ള രൂപത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഏറ്റവും ഗ്രീവിയസ് ആയിട്ടുള്ള ഒഫൻസ് പിൻവലിക്കാനും കഴിയില്ല. അതും ഇതും തമ്മിൽ താരതമ്യപ്പെടുത്തേണ്ട കാര്യമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ കഴിഞ്ഞ തവണ ഏകദേശം 60 ലക്ഷത്തോളം തീർത്ഥാടകർ വന്നു. ഏറ്റവും അധികം വന്നത് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് തന്നെയാണ്, കേരളത്തിൽ നിന്നും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും. ഒരാൾക്ക് പോലും ദർശനം നിരസിക്കുന്ന സാഹചര്യം ഉണ്ടായില്ല. ഒരു തിക്കും തിരക്കും ഉണ്ടായില്ല. ഓൺലൈൻ സംവിധാനം വഴി രജിസ്റ്റർ ചെയ്ത് വരുന്ന ഭക്തർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകും എന്ന രൂപത്തിൽ വലിയ പ്രചരണമാണ് ശബരിമല സീസൺ ആരംഭിക്കുന്ന ഘട്ടത്തിൽ ഉയർന്നു വന്നത്. പക്ഷെ ഒരാൾക്ക് പോലും ബുദ്ധിമുട്ടുണ്ടായില്ല എന്ന് തിരുത്തി പറയുന്ന, പ്രത്യേകിച്ച് ഇതിന്റെ വിമർശകരൊക്കെ ആയി വന്ന സംഘപരിവാർ നേതാക്കന്മാര് പോലും ഈ തവണ ശബരിമലയിൽ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടായില്ല എന്ന് പരസ്യമായിട്ട് സമ്മതിക്കുന്ന സാഹചര്യം ഉണ്ടായി. അപ്പൊ അതുകൊണ്ട് നമുക്ക് ശബരിമലയിലേക്കുള്ള തീർത്ഥാടകർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശങ്ങളിൽ നിന്നും വരുന്നവർക്ക് റെയിൽ അതുപോലെ തന്നെ വിമാന സർവീസ് നന്നായി പ്രയോജനപ്പെടുത്താനും ഒരു തരത്തിലും ബുദ്ധിമുട്ടില്ലാതെ ശബരിമലയുടെ പവിത്രത കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ ദർശനം നടത്തി ആത്മസംതൃപ്തിയോടെ തിരിച്ചു പോകാനുള്ള സാഹചര്യം ഒരുക്കണം.
അതിനു വേണ്ടിയിട്ട് എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണോ നടത്താൻ കഴിയുക, അത് പ്രത്യേകിച്ച് വിദേശത്തു നിന്നൊക്കെ വരുന്ന അവിടെയൊക്കെ വലിയ സംരംഭങ്ങൾ നടത്തുന്ന ശബരിമല ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെ ഫലപ്രദമായിട്ടുള്ള നിർദ്ദേശങ്ങൾ തരാൻ കഴിയും. ആ നിർദ്ദേശങ്ങളെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് തന്നെ ഭാവി പരിപാടി പ്ലാൻ ചെയ്യാനാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ 2016-ലും 2021-ലും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പ്രകടന പത്രിക രൂപീകരിക്കാൻ 14 ജില്ലയിലും സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ സഞ്ചരിച്ച് ജനങ്ങളോട് അഭിപ്രായം ചോദിച്ചിട്ട് കലാ, രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക, നവോത്ഥാന മേഖലയിലെ നിരവധി വ്യക്തിത്വങ്ങൾ ചൂണ്ടിക്കാണിച്ച പദ്ധതികൾ കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ പ്രകടന പത്രിക രൂപീകരിച്ചത്. അതാണ് നടപ്പാക്കി ഇപ്പൊ പ്രോഗ്രസ് റിപ്പോർട്ട് ജനങ്ങൾക്ക് കൊടുത്തത്. അതുപോലെ ഏത് വികസന പ്രവർത്തനങ്ങളായാലും സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ളവരുടെ അഭിപ്രായം തേടുക, പ്രത്യേകിച്ച് ആ മേഖലയിൽ കൂടുതൽ താല്പര്യമുള്ളവരുടെ അഭിപ്രായം തേടുക, ഭക്തരുടെയൊക്കെ അഭിപ്രായം തേടുക എന്നുള്ളത് ഒരു മതനിരപേക്ഷ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം ഇപ്പോ മറ്റു മതത്തിൽപ്പെട്ടവരുടെ ആരാധന സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടും അവരുടെ ആരാധന കൃത്യമായി അവരുടെ വിശ്വാസം അനുസരിച്ച് പോകാൻ അനുവദിക്കുന്ന ഗവൺമെന്റാണ്. അതുകൊണ്ട് വളരെ ദീർഘവീക്ഷണത്തോടെ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോടെയാണ് ഈ ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത്. അതിന്റെ വിമർശകർക്ക് വരെ ഭാവിയിൽ ഇതിനോട് സഹകരിക്കേണ്ടി വരും. ഈ കേരളത്തിൽ അടുത്ത കാലത്ത് വന്ന പദ്ധതികളെ വിമർശിച്ച് വന്നവർക്കെല്ലാം ആ വിമർശനം മാറ്റിവെച്ച് ഇതിനോട് പിന്തുണയ്ക്കേണ്ടി വരുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ്. വിഴിഞ്ഞം എല്ലാം നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് ഇതിനെ പോസിറ്റീവായിട്ടാണ് എല്ലാവരും കാണേണ്ടത്. 99% ആളുകൾ ഇത് പോസിറ്റീവായിട്ട് തന്നെയാണ് കാണുന്നത്. അത് നല്ല രൂപത്തിൽ തന്നെ അത് പൂർത്തീകരിക്കപ്പെടും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.